ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് കങ്ങരപ്പടിയിലാണ്. കങ്ങരപ്പടി ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. 5 സെന്റ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റിൽ വളരെ ഭംഗിയായ ഇന്റീരിയർ വർക്കുകളോട് കൂടിയും വളരെ സൗകര്യത്തോടു കൂടിയ റൂമുകളോട് കൂടിയിട്ടും ഒക്കെയാണ് കങ്ങരപ്പടിയിലുള്ള ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇതിന് എലിവേഷൻ കാണാം, റോഡ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ഓരോ സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് നമ്മൾ കങ്ങരപ്പടി ജംഗ്ഷനിലേക്ക് നോക്കുകയാണെങ്കിൽ 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഇൻഫോ പാർക്കിലേക്ക് പോകാനായിട്ട് ഇവിടെ നിന്ന് വളരെ എളുപ്പമാണ്. 6.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇൻഫോ പാർക്കിലേക്ക് വളരെ എളുപ്പത്തിലെത്താം. ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 7.8 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ നമുക്ക് എയർപോർട്ടിലേക്കും ഇവിടെ നിന്ന് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതാണ്. വെറും 19 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ എയർപോർട്ടിലേക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എത്താവുന്നതാണ്. ഈ കാണുന്ന വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഇപ്പോൾ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട്, മുനിസിപ്പൽ ടാർ റോഡിന് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ കാണുന്ന വീടിന്റെ മുമ്പിലൂടെ പോകുന്നത് ടാർ റോഡാണ്. ഇവിടെയെല്ലാം അടുത്തടുത്തായിട്ട് നിറയെ വില്ലകളുള്ള ഒരു ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. മുനിസിപ്പൽ ടാർ റോഡ് ഫ്രണ്ടേജ് ആണെന്ന് മാത്രമല്ല, എൽ ഷേപ്പിൽ സൈഡ് റോഡ്, നമുക്ക് 2 റോഡുകളും കൂടെ ഷെയർ ചെയ്യുന്ന ഭാഗത്താണ് ഈ കാണുന്ന ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് 2 സൈഡിൽ നിന്ന് വന്നാലും, ഏത് സൈഡിൽ നിന്ന് വന്നാലും നമ്മുടെ വീടിന്റെ ഭംഗി എല്ലാവർക്കും തന്നെ വിസിബിൾ ആണ്. വീടിന്റെ മതിലിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഭംഗിയായിട്ട് വൈറ്റ് കളർ പെയിന്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ളിൽ ഇന്നർ ബോർഡർ ആയിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് വന്നിരിക്കുന്നത്. ഓരോ ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ പീസ് വെച്ചിരിക്കുന്ന ഭാഗത്തും ഭംഗിയുള്ള സ്പോട്ട് ലൈറ്റുകളുമാണ് കൊടുത്തിരിക്കുന്നത്. ഡ്രെയിനേജ് ഫെസിലിറ്റി എല്ലാം വീടിന് മുമ്പിലൂടെ പോകുന്നുണ്ട്. യാതൊരു തരത്തിലും വെള്ളക്കെട്ടൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വഴിയിലൂടെ പോകുന്ന ആരും ഒന്നും നോക്കി പോകുന്ന രീതിയിൽ തന്നെയാണ് വീടിന്റെ ആ ഒരു എലിവേഷൻ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വീടിന്റെ ഗേറ്റ് വന്നിട്ടാണെങ്കിലും GS സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലും മറ്റേ സൈഡ് വന്നിട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കാവുന്ന രീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് ഭംഗിയുള്ള മിൽക്കി വേ ആയിട്ടുള്ള സ്ക്വയർ ട്യൂബ്, ഒരു ക്യൂബ് ഷേപ്പുള്ള ലൈറ്റ് ആണ് വെച്ചിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നോക്കുവാണെങ്കിൽ കാണാം, പെയിന്റ് ആയിട്ട് വരുന്നത്, മെയിൻ ആയിട്ട് ബേസ് കോട്ട് വരുന്നത് ഒരു വൈറ്റ് ആണെങ്കിലും ഒരു ലൈറ്റ് ബ്രൗൺ ആൻഡ് ഒരു ബ്ലൂ ഷെയ്ഡ് കൂടി അതിനിടയ്ക്ക് വന്നിട്ടുണ്ട്. ഒരു ബോക്സി ഷേപ്പാണ് വീട് ഇരിക്കുന്നതെങ്കിലും മുകളിലൊക്കെ ആയിട്ട് ചെറിയൊരു A ഷേപ്പ് കൂടി വന്നിട്ടുണ്ട്. ഭംഗിയായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസുകൾ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ സ്പോട്ട് ലൈറ്റുകളൊക്കെ ഇട്ട് ഭംഗിയായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വരുന്ന സമയത്ത് നമുക്കിവിടെ വലിയൊരു മുറ്റമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ മുറ്റം കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഭംഗിയായിട്ട് സ്റ്റോൺസ് ഒക്കെയാണ് വിരിച്ചിരിക്കുന്നത്. അതിനിടയിലെല്ലാം ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വലിയ ഏരിയ തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബിക്കോസ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 5 സെന്റ് ലാൻഡിലാണ്. എലിവേഷൻ കണ്ടു കഴിഞ്ഞു. കാർ പോർച്ചിലേക്കാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള, ഒരു വലിയ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ കാർ പോർച്ചിലുണ്ട്. നല്ല വിഡ്ത്തിലും നല്ല ലെങ്ത്തിലും ഒക്കെയാണ് കാർ പോർച്ച് ചെയ്തിരിക്കുന്നത്. പില്ലറുകളൊക്കെ കണ്ടറിയാം, വളരെ വലിയ പില്ലറുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നതിന്റെ മുകൾ ഭാഗത്തോടെയൊക്കെ നിറയെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ വലിയൊരു കാർ പാർക്ക് ചെയ്യാം. ആ ഭാഗത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ ഒരു ചെറിയ കാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ധാരാളം സ്പേസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഗേറ്റ് കടന്നിട്ട് വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് അവിടെയൊക്കെ ധാരാളം സ്പേസ് ഉണ്ട്. അവിടെയായിട്ടാണ് നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിനുള്ള കിണർ കാണാൻ പറ്റുന്നത്. കിണർ കൂടാതെ ഇവിടെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് KWയുടെ വാട്ടറാണ്. നമുക്ക് 2 വാട്ടറുകളും ഓൾറെഡി ഇവിടെ കണക്ഷൻ എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് അതിന്റെ മീറ്റർ ഒക്കെ റൈറ്റ് സൈഡിലായിട്ട് കാണാം. അപ്പൊ നമുക്ക് ഇവിടെ കിണർ വെള്ളവുമുണ്ട്, പൈപ്പ് വെള്ളവുമുണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് ഭംഗിയായിട്ട് ഇവിടെ പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ആണെങ്കിലും സെപ്പറേറ്റ് ഏരിയ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്തൊക്കെ പ്ലാന്റ്സ് വച്ചു പിടിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു സ്റ്റോൺസ് വിരിച്ചിരിക്കുന്ന ഏരിയ കഴിഞ്ഞാൽ പിന്നെ വീടിന്റെ ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെയെല്ലാം ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഈ സൈഡിലോട്ട് നമ്മൾ വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഗ്യാസ് സിലിണ്ടേഴ്സ് ഒക്കെ വെക്കാനുള്ള ആ ഒരു സെപ്പറേറ്റ് കേജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നിട്ടാണ് വർക്ക് ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ റൈറ്റ് സൈഡ് കണ്ടു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് എങ്ങനെയാണെന്ന് നോക്കാം. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്തും ഇതുപോലെ തന്നെയാണ്. ആ ഒരു ഗേറ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ആ ഒരു ഭാഗത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ചെറിയ ഗാർഡൻ സ്പേസ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ അവർ ഗ്രാസ് ഒക്കെ പിടിപ്പിച്ചിട്ട് അവിടെയും 2 ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് ബാക്കിലേക്ക് പോകുമ്പോഴും ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബേബി മെറ്റലാണ് ആ ഒരു ഭാഗത്തും വിരിച്ചിരിക്കുന്നത്. ആ ഒരു ഏരിയയും നമ്മൾ ചെന്ന് റൈറ്റ് സൈഡിലേക്ക് തിരിയുന്ന സമയത്ത് എൻഡ് ചെയ്യുന്നത് ആ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ട് എല്ലാവർക്കും കടന്നു പോകാനുള്ള സ്പേസ് ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് വീടിന്റെ 2 ഭാഗങ്ങളും ചെയ്തിരിക്കുന്നത്. ഈ ഇങ്ങോട്ട് നമ്മൾ നടന്നു വരുന്ന ഭാഗത്ത് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഉള്ള ആ ഒരു സ്പേസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ചെറിയ രീതിയിൽ പ്ലാന്റ്സ് ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ട് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
ഇനിയിപ്പോൾ നമുക്ക് വീടിന്റെ സിറ്റ് ഔട്ട് ബാക്കിയുള്ള ഏരിയകളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. നിങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഫ്രണ്ട് വ്യൂ ഒക്കെ നോക്കുമ്പോൾ കാണാൻ വളരെ ഭംഗിയായിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ഈ 2 പില്ലറുകളുടെ നടുക്കിലൂടെയാണ് നമ്മൾ വീടിനകത്തേക്ക് കയറി പോകുന്നത്. നേരെ മെയിൻ ഡോറിന്റെ മുകളിലൊക്കെ നോക്കിയാൽ കാണാം ഭംഗിയുള്ളൊരു ഷോ ലൈറ്റ് ഒക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന വീട്ടിലെ വുഡൻ വർക്കുകൾ, മരത്തിന്റെ വർക്കുകളെല്ലാം വരുന്നത് ആഞ്ഞിലയിലും മഹാഗണിയിലും തേക്കിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ കാണുന്ന മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഡോറിന് കൊടുത്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമ്മളൊരു പാസേജ്, ഒരു ഇടനാഴിയിലൂടെ കടക്കുന്ന പോലെയാണ് നമ്മൾ ഇങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കിയാൽ വർക്കുകളൊക്കെ കാണാവുന്നതാണ്. ഭംഗിയായിട്ടുള്ള റൂഫിംഗ് വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ വരുന്ന ഇടനാഴിയിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ലിവിംഗ് സ്പേസ് കിട്ടുന്നത്. ലിവിംഗ് സ്പേസിലേക്കുള്ള എൻട്രൻസ് തന്നെ നോക്കിയാൽ കാണാം മൾട്ടിവുഡിൽ വളരെ ഭംഗിയുള്ള ഡിസൈനുകളിൽ ഓപ്പൺ ഷെൽഫുകളൊക്കെ ആയിട്ടാണ് ഇതിന്റെ എൻട്രൻസ് തന്നെ കൊടുത്തിരിക്കുന്നത്. അവിടെയും ധാരാളം ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ല ഭംഗിയുള്ളൊരു ലിവിംഗ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നേരെ വരുമ്പോൾ കാണുന്നത് ഈ ഒരു വലിയ വോളാണ്. ടെക്സ്ചർ വർക്ക് ചെയ്തിട്ട് ഒരു ആഷ് കളറിൽ സിൽവർ കളർ വരുന്ന ടെക്സ്ചർ വർക്ക് ചെയ്തിട്ട് അതിനിടയിലെല്ലാം ബ്ലാക്ക് കളറിലുള്ള ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ടോപ്പിൽ നോക്കിയാലും കാണാം ഒരു പെർഗോളയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് വെളിച്ചം അകത്ത് കിടക്കാനായിട്ട് സഹായകമാണ്. ഏറ്റവും ടോപ്പ് എൻഡ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ വിസിബിൾ ആണ്. ഭംഗിയുള്ളൊരു ഷാൻലിയറും റൂഫിലെ വർക്കുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ ഞാൻ എടുത്തു പറയുന്നില്ല. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു ഏരിയയിലെ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ 2 സിംഗിൾ വിൻഡോസ് ഉണ്ട്. പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം തന്നെ മൾട്ടിവുഡ് കൊണ്ട് വളരെ ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടാണ് വിൻഡോസ് ചെയ്തിരിക്കുന്നത്. ചെറുതും വലുതും ഒക്കെ ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന ഒരുപാട് വിൻഡോകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. TV യൂണിറ്റിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ മൾട്ടിവുഡ് കൊണ്ട് വളരെ ഭംഗിയായിട്ട് വൈറ്റ് ആൻഡ് വുഡ് കളർ കോമ്പിനേഷനിലാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വോള് കംപ്ലീറ്റ് ആയിട്ട് TV വെക്കാനുള്ള അറേഞ്ച്മെന്റ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. LED ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. മുകളിലും താഴെയൊക്കെ ആയിട്ട് ഓപ്പൺ ഷെൽഫുകളും ക്ലോസ്ഡ് ഷെൽഫുകളും ഒക്കെ ആയിട്ട് ഒരുപാട് അറേഞ്ച്മെന്റ്സോട് കൂടിയിട്ടാണ് ഈ കാണുന്ന TV യൂണിറ്റും അതിന്റെ സറൗണ്ടിങ് ഏരിയാസും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ആയിട്ട് മുകൾ ഭാഗത്തൊക്കെ ആയിട്ട് ഷോ ലൈറ്റ് കാണാം. അതുകൂടാതെ ഇതിന് കുറച്ച് വരുന്ന ഏരിയ ഡബിൾ ഹൈറ്റഡ് അല്ലാതെ വരുന്ന പോർഷൻ കവർ ചെയ്തിരിക്കുന്നിടത്താണെങ്കിലും റൂഫിൽ നോക്കിയാൽ കാണാം ഭംഗിയുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടുത്തെ വയറിംഗ് എല്ലാം തന്നെ വി ഗാർഡിന്റെ ആണ് ചെയ്തിരിക്കുന്നത്. സ്വിച്ചസ് എല്ലാം വന്നിട്ട് GM-ന്റെ ആണ്. ടൈല് നോക്കുവാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിൽ ചെറിയൊരു ബ്ലാക്ക് ഡിസൈൻ മെർജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഭംഗിയുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലാണ്. നമുക്കൊരു വലിയ ലെങ്ത് ആയിട്ടുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു ചെറിയ ഒരു നീളത്തിലുള്ള ലെങ്തി ടേബിൾ ഇടുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 15 പേരെ വരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. മുകളിൽ നോക്കുവാണെങ്കിൽ കാണാം ഭംഗിയായിട്ടുള്ള വർക്കുകളാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും തന്നെ ഫാൻ ഫിറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വിസിബിൾ ആണ്. വുഡൻ ടൈലുകൾ ഇട്ടിട്ട് തന്നെ ആ ഒരു വുഡൻ പീസ് ഇട്ടിട്ട് തന്നെ വളരെ ഭംഗിയായിട്ടാണ് ഇതിന്റെ സ്റ്റെപ്പ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് നോക്കുവാണെങ്കിൽ വുഡൻ ഫ്രെയിം കൊണ്ട് തന്നെ അകത്തെല്ലാം ടഫിന്റെ ഗ്ലാസ് ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് സ്റ്റെയർ കേസ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അതിന് താഴെയുള്ള ഭാഗം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്കാണ് ആ ഒരു വോളിൽ ചെയ്തിരിക്കുന്നത്. അതിന് താഴെയായിട്ടാണ് വാഷ് ബേസിൻ ഇരിക്കുന്നത്. അതുപോലെ നമുക്ക് സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗം ഒന്നും കവർ ചെയ്തിട്ടില്ല. അങ്ങനെ കിടക്കുന്നത് ഒരു ഭംഗിയാണ്. നമുക്ക് കവർ ചെയ്യണമെങ്കിൽ ചെയ്തെടുക്കാനുള്ള സ്പേസും അവിടെയുണ്ട്. ഈ ഒരു വാഷ് ബേസിന്റെ ഏരിയ നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ടുള്ള വുഡൻ വർക്കുകളൊക്കെയാണ് അതിന്റെ ചുറ്റിനും ചെയ്തിരിക്കുന്നത്. മിറർ കൊടുത്തിട്ടുണ്ട്. സെറയുടെ ഭംഗിയുള്ളൊരു ബ്ലാക്ക് കളറിലുള്ള യൂണിറ്റ് ആണ് വാഷ് ബേസിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. താഴെയാണെങ്കിൽ നമുക്ക് ഷെൽഫ് ഫെസിലിറ്റികളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് കിച്ചൺ കിട്ടുന്നത്. കംപ്ലീറ്റ്ലി ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഒരുപാട് ഷെൽഫ് ഫെസിലിറ്റികളും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലെല്ലാം ഭംഗിയുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തുകൂടി ക്രോക്കറി ഐറ്റംസ് ഒക്കെ വെക്കാനായിട്ട് ഇതുപോലെ ഗ്ലാസ് ഡോറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ എൻട്രൻസിൽ നോക്കിയാൽ കാണാം ഈ ഒരു ടോപ്പിന് ജസ്റ്റ് മുകളിലായിട്ട് ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഈ ഒരു ഫ്ലോറിന് ഈ ഒരു ടോപ്പിന്റെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇവിടെയും നമുക്ക് ഒരുപാട് ഓപ്പൺ ചെയ്യാവുന്ന ഷെൽഫുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ ആൻഡ് വൈറ്റ് കളർ ഷെയ്ഡാണ് കിച്ചൺ ക്യാബിനറ്റ്സിനെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ടോപ്പ് ഫ്ലോർ വന്നിട്ട് ഒരു വൈറ്റ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കിയാൽ കാണാൻ നല്ല ഡിസൈനർ ആയിട്ടുള്ള ഭംഗിയുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഇവിടെ കാഫിന്റെ ഒരു ചിമ്മിണി അവൈലബിൾ ആക്കിയിട്ടുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിലും ഭംഗിയുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗ്സും എല്ലാം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 2 പൈപ്പ് കണക്ഷനുകളോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്.
കിച്ചണിലായിട്ട് നമുക്കൊരു ഡോറ് കാണാം. ആ ഒരു ഡോറ് നമ്മൾ നേരെ തുറന്നു വരുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയയ്ക്കായിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു സ്പേസിലേക്കാണ്. വർക്ക് ഏരിയ ഇവിടെ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഭംഗിയായിട്ടുള്ള വുഡൻ ഒരു ഫ്ലോറിംഗ് വരുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് പോളി കാർബൺ ഷീറ്റാണ് സൈഡിലെല്ലാം തന്നെ ഇട്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് അവിടെയും ഒരു സ്ലാബ് കൊടുത്തിട്ടുണ്ട്. പൈപ്പ് കണക്ഷൻ ഉണ്ട്. അതിന് താഴെ വരുന്ന ഏരിയകളാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒക്കെ സൂക്ഷിക്കാനുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതിന്റെ ലാൻഡ് അളവ് ഞാൻ പറഞ്ഞിരുന്നു 5 സെന്റ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയൊക്കെ സ്പേസ് വീടിനകത്ത് കിട്ടുന്നത്. ഇവിടെ 2 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. അവിടെ ഒരു ബെഡ്റൂമും ഈ ഭാഗത്തായിട്ട് ഒരു ബെഡ്റൂമാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. അതിന്റെ ഡോറിന്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു ബെഡ്റൂമിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9x11 ഫീറ്റ് 9x11 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂമിന്റെ സൈസ് ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വിൻഡോസ് വിസിബിൾ ആണ്. 3 വിൻഡോസ് ഭംഗിയായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു വുഡൻ കളർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് നമുക്ക് ഷെൽഫ് ഫെസിലിറ്റികൾ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും ഭംഗിയുള്ള വർക്കുകളും ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വരുന്ന സമയത്ത് വളരെ വൈറ്റിൽ കുറച്ച് ഡിസൈൻ വരുന്ന രീതിയിലുള്ള ഭംഗിയുള്ളൊരു ടൈലാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് ഒക്കെ വന്നിട്ട് ജെറയുടെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്ക് വരുന്നു. അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറിന്റെ ഒക്കെ പാറ്റേൺ സെയിം തന്നെയാണ്. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ സെമി ഫർണിഷ്ഡ് ആയിട്ടാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഒരു കോട്ട് ഇവിടെ ചെയ്തിട്ടിട്ടുണ്ട്. ഭംഗിയായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ആണ്. ഈ ഒരു കോട്ടിന്റെ ബാക്കിൽ വരുന്ന ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് കാണാം നല്ല വുഡൻ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലാണെന്നുണ്ടെങ്കിലും ഭംഗിയുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ കൊടുത്തിട്ടാണ് റൂഫ് ഭംഗിയാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് നോക്കുവാണെങ്കിൽ അകത്തേക്ക് തള്ളിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യാതെ അകത്തേക്ക് തള്ളിയിട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ സ്പേസ് ഈ ഒരു റൂമിൽ കിട്ടുന്നുണ്ട്. ഒരു വലിയ ഡബിൾ കോട്ട് ചെയ്തിട്ടിട്ട് പോലും നമുക്ക് ഇവിടെ നല്ല രീതിയിലുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അതിനകത്തുള്ള ടൈലുകളുടെ കളർ കോമ്പിനേഷൻ ഒക്കെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ വൈറ്റിൽ ആ ഒരു ചെറിയ ഡിസൈൻ വരുന്ന രീതിയിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13x11 ഫീറ്റ് ആണ് ഇതിന്റെ അളവ് വരുന്നത്. 13x11 എന്നുള്ള ഒരു ഫീറ്റിലാണ് ആ ഒരു അടിയിലാണ് ഈ കാണുന്ന റൂം ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ കാണാനുള്ളത് മുകളിലേക്കാണ്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് നിങ്ങൾ ഓൾറെഡി ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു. വളരെ ഭംഗിയായിട്ടുള്ള രീതിയിലുള്ള വുഡൻ സ്റ്റെപ്പ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ നേരെ കാണുന്ന ഒരു വോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഭംഗിയായിട്ടുള്ള ടെക്സ്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഹാൻഡ് റെയിൽസിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗമെല്ലാം നമുക്ക് നല്ല രീതിയിൽ LED സ്ട്രിപ്പ് ഒക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ടാണ് ഫുഡ് ലാമ്പ് ഫെസിലിറ്റി ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വോളിൽ ഇവിടെ എല്ലാം തന്നെ പെർഗോളാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടാണ് നമുക്ക് ഈ ഒരു വോൾ ഇവിടെ കിട്ടുന്നത്. നേരെ നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് ആ ഒരു വോൾ ഞാൻ പറഞ്ഞിരുന്നു. അതിന്റെ നേരെ മുകളിൽ നോക്കിയാലും അവിടെയും പെർഗോളയാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ വന്ന് നിൽക്കുന്ന ഈ ഒരു ഹാളിന്റെ മുകൾ ഭാഗം കൂടെ നിങ്ങൾ കണ്ടോളൂ. വളരെ ഹെവി ആയിട്ടുള്ള റൂഫിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ട് ഫാൻ ഫെസിലിറ്റി കൂടി അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു വലിയ ഹാളാണ് കിട്ടുന്നത്. അപ്പർ ലിവിംഗ് സ്പേസ് ഇതാണ്. നിങ്ങൾക്ക് ഇവിടെ TV യൂണിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. വളരെ ഭംഗിയായിട്ട് തന്നെ മൾട്ടിവുഡിൽ ഒരുപാട് സൗകര്യങ്ങളോട് കൂടിയിട്ടൊക്കെയാണ് ഈ കാണുന്ന TV യൂണിറ്റ് ഇവിടെ ചെയ്തിരിക്കുന്നത്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ഇവിടുത്തെ മുകളിലത്തെ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ കാണുന്ന ബെഡ്റൂം സെമി ഫർണിഷ്ഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഇവിടെ കോട്ട് ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൂമിന്റെ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11x13 ഫീറ്റ് 11x13 ഫീറ്റിലാണ് ഇതിന്റെ അളവ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഡബിൾ കോട്ട് ഇട്ടിട്ട് പോലും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് നമുക്ക് ഈ റൂമിലെ ബാക്കിയുള്ള സ്പേസ് വേക്കന്റ് ആയിട്ട് കിട്ടുന്നത്. ഇവിടെ നമുക്ക് വിൻഡോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും 3 വിൻഡോസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബും അകത്തേക്ക് തള്ളിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ റൂമിൽ നല്ല സ്പേസ് കിട്ടുന്നത്. ഇവിടുത്തെ ആണെങ്കിലും റൂഫിലെ വർക്കുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വളരെ ഭംഗിയായിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ടുള്ള ടൈലാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. വുഡൻ ഫിനിഷ് വരുന്നത് പോലത്തെ ഒരു ടൈലും ഒരു വൈറ്റ് കോമ്പിനേഷനാണ് വോളിലും ഫ്ലോറിലും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ആ ഒരു ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് വരുമ്പോൾ അതിനടുത്തായിട്ടാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്താണ്. ഡോറുകളുടെ ഒക്കെ പാറ്റേൺ സെയിം തന്നെയായിട്ടാണ്.
വളരെ വലിയ ലെങ്തി ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതിന്റെ ഒരു അളവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9x17 എന്നുള്ള ഫീറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. 9x17 ഫീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമിന്റെ സൈസ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയ ലെങ്തി ആയിട്ടാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നതെന്ന്. ഇവിടെയൊക്കെ ആയിട്ട് നിറയെ വിൻഡോസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വലിയൊരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. വിത്ത് മിററോട് കൂടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. റൂഫിനാണെങ്കിലും വളരെ ഭംഗിയായിട്ടുള്ള വലിയ വർക്കുകളൊക്കെ തന്നെ കൊടുത്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് ആൻഡ് ആഷ് കളർ കോമ്പിനേഷനിലാണ് ടൈലുകളെല്ലാം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാത്റൂമുകളെല്ലാം തന്നെ അത്യാവശ്യത്തിന് നല്ല സ്പേഷ്യസ് ആയിട്ടൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണാനുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ഓപ്പൺ ചെയ്യുന്ന ഒരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ബാൽക്കണി കിട്ടുന്നത്. ഒരു ചെറിയ ബാൽക്കണിയാണ് എങ്കിൽ പോലും നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് മോർണിംഗ് ടൈമിലൊക്കെ എണീറ്റ് വന്നിട്ട് റോഡ് കാണണമെങ്കിൽ നല്ലൊരു ഫെസിലിറ്റി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് മുനിസിപ്പൽ റോഡിന് ഫ്രണ്ടേജ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കാണാനായിട്ടൊരു സ്പേസ് കിട്ടുന്നത്. അപ്പൊ ഇവിടുത്തെ 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് കാണാനുണ്ട്. അതുകൂടാതെ ഇവിടുത്തെ ഒരു മെയിൻ ബാൽക്കണി കൂടി നമുക്ക് കാണാനുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാം ഹാൻഡ് റെയിൽ സെറ്റ് കവർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ താഴെയുള്ള ലിവിംഗ് സ്പേസ് ആണ് നിങ്ങൾക്ക് ഇതിന്റെ താഴെ കാണാൻ പറ്റുന്നത്. മുകളിലുള്ള ഷാൻഡിയർ കുറച്ചും കൂടെ ഭംഗിയായിട്ട് നമുക്ക് ഇവിടെ അടുത്ത് നിന്ന് വിസിബിൾ ആണ്. ഇവിടെയായിട്ടാണ് നമ്മളുടെ മെയിൻ ബാൽക്കണി വരുന്നത്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ ഒരു വലിയ ബാൽക്കണി സ്പേസിലേക്കാണ്. അത്യാവശ്യത്തിന് നല്ല സ്പേസ് ഇട്ടിട്ടാണ് ഈ ഒരു ബാൽക്കണി ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം ഹാൻഡ് റെയിൽസ് എല്ലാം വന്നിട്ട് നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് അതിനുള്ളിൽ ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുകൾ ഭാഗത്തൊക്കെ ആണെങ്കിലും ചെറിയ രീതിയിൽ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെയെല്ലാം നിറയെ വീടുകളാണ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടതാണ്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയ ആണ്. നമ്മളിപ്പം നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. അവിടെ നിന്ന് വേണം നമുക്ക് യൂട്ടിലിറ്റി ഏരിയയിലേക്ക് പോകാനായിട്ട്. ആക്ച്വലി ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ ഈ അപ്പർ ലിവിംഗ് ഏരിയയോട് ജസ്റ്റ് ജോയിന്റ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു സ്പേസ് ആണ്. അത് നമുക്ക് നമ്മളൊരു റീഡിംഗ് റൂം ആയിട്ട് കൂടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ബിക്കോസ് ഇവിടെ ഒരു ഷെൽഫ് ഫെസിലിറ്റിയും ലാപ്ടോപ്പ് ഒക്കെ വെച്ച് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ഒരു ടേബിൾ ഫെസിലിറ്റിയും കൂടി നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചറിൽ നമുക്ക് ഇവിടെ ഒരു ഡോർ വെക്കണമെന്നുണ്ടെങ്കിൽ അതിനു കൂടിയുള്ള അറേഞ്ച്മെന്റ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി കോൺക്രീറ്റഡ് ആയിട്ട് നമ്മുടെ റൂമിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 2 വിൻഡോസ് ഇവിടെ വരുന്നുണ്ട്. റൂഫിലും അത്യാവശ്യത്തിനുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പവർ പോയിന്റും വേസ്റ്റ് വാട്ടർ പോകാനുള്ള ലൈൻ എല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡോർ തുറന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയ എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഷീറ്റ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. അതുകൂടാതെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഇവിടെയാണ് വരുന്നത്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട ഈ ഒരു വീട് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് എറണാകുളം ജില്ലയിലെ നമ്മുടെ കാക്കനാടിനടുത്ത്, കാക്കനാട് സീപോർട്ട് റോഡിനോട് അടുത്ത് വീടുണ്ടോ എന്ന് ചോദിച്ച് നമുക്ക് ഒരുപാട് കോൾസ് വരാറുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സീപോർട്ട് എയർപോർട്ട് റോഡ് എന്ന് പറയുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട്. ആ ഭാഗത്തുള്ള ലാൻഡിനൊരു വാല്യൂ ഉണ്ട്. നമ്മൾ വിളിച്ചിട്ട് ചോദിക്കുന്ന പലരും എറണാകുളം ജില്ലയിലെ കാക്കനാട് എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഒരു വില പോലും അറിയാതെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ വിളിച്ചിട്ട് അവിടെ ഒരു 40 ബഡ്ജറ്റിലും 50 ബഡ്ജറ്റിലൊക്കെ വീടുകൾ കിട്ടുമെന്ന് തിരക്കാറുണ്ട്. നിങ്ങളുടെ അറിവില്ലായ്മയാണ് അതിനുള്ള കാരണം എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് നമുക്ക് എറണാകുളം ജില്ലയുടെ ഒരു മെയിൻ സെന്റർ ആണ് കാക്കനാട് എന്ന് പറയുന്നത്. ബിക്കോസ് കാക്കനാട് കളക്ടറേറ്റ് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനോട് അടുത്ത് വരുന്ന ഏകദേശം ഒരു 10-12 കിലോമീറ്റർ സ്ഥലങ്ങളിലെല്ലാം തന്നെ ലാൻഡിന് നല്ല വാല്യൂ ആണ്. എസ്പെഷ്യലി നമുക്ക് കങ്ങരപ്പടി എന്ന് പറയുന്നത് സീപോർട്ട് റോഡിനോട് വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു 5 സെന്റ് സ്ഥലത്ത് 2400 സ്ക്വയർ ഫീറ്റ് ഒരു വീട് ചെയ്യണമെങ്കിൽ എന്താണെങ്കിലും നല്ലൊരു റേറ്റ് വരുമെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. മാത്രമല്ല നമ്മൾ ഈ ചെയ്യുന്ന ഓരോ വീടുകൾക്കും അതിൻ്റെതായ ഒരു ക്വാളിറ്റി കൂടിയുണ്ട്. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കാക്കനാട് കങ്ങരപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. കങ്ങരപ്പടി ജംഗ്ഷനിൽ നിന്ന് വെറും 1 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഇവിടെ നിന്ന് എല്ലായിടത്തേക്കും വളരെ എളുപ്പത്തിൽ ഇൻഫോ പാർക്ക് ആണെന്നുണ്ടെങ്കിലും എയർപോർട്ട് ആണെന്നുണ്ടെങ്കിലും എടപ്പള്ളി ഭാഗത്തേക്ക് എല്ലായിടത്തേക്കും വളരെ ഈസി ആയിട്ടാണ് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്. നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇത് സെമി ഫർണിഷ്ഡ് ആയിട്ടാണ് ഇതിന് 2 ബെഡ്റൂമുകൾ ചെയ്തിരിക്കുന്നത്. യൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി ആണെങ്കിൽ നല്ല സാധനങ്ങൾ തന്നെ ഇട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കാണുന്ന വീടിന് ലാൻഡ് എന്ന് പറയുന്നത് 5 സെന്റ് ലാൻഡ് ആണ്. 5 സെന്റ് ലാൻഡിൽ 5 സെന്റ് ഓഫ് ലാൻഡിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. കിണർ വെള്ളവും അതുകൂടാതെ KWയുടെ വാട്ടറും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ഭംഗിയുള്ള വീടിന് ഉദ്ദേശിക്കുന്ന വില 1,28,00,000 രൂപയാണ്.
1.28 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. മാർബിൾ ഹോംസിന്റെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. മാർബിൾ ഹോംസ് വഴി പർച്ചേസ് ചെയ്യുന്ന വീടുകൾക്ക് മാത്രമാണ് ഈ ഡിസ്കൗണ്ട് കിട്ടുന്നത്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.